ഇവിടെ സീതയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ലക്ഷ്മണൻ ഒരു രേഖ വരയ്ക്കുകയാണ്. ഇതിന്റെ ഭാവാർത്ഥം എന്താണെന്ന് വെച്ചാൽ, നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാവർക്കും ഭഗവാൻ ശ്രീമദ് ശ്രേഷ്ഠ മാർഗമാകുന്ന ഒരു വരയ്ക്കുള്ളിലിരിക്കാനാണ് പറയുന്നത്. ആ വരയ്ക്കുള്ളിൽ ഇരിക്കുന്നതാണ്, ശ്രീമത്താകുന്ന വരയ്ക്കുള്ളിൽ ഇരിക്കുക എന്നതാണ് നമ്മുടെ സുരക്ഷിതത്വം. അതാണ് ലക്ഷ്മണ രേഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിലഞ്ചസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവപത്നിയെയും തേരതിലെടുത്തവച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും ഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ ഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണോ മനുഷ്യൻ മായക്കടിമയാകുന്നത് അപ്പോൾ ഏത് രാവണനെ നമ്മളെ കൊണ്ടുപോകും? സീത ലക്ഷ്മണ രേഖ കടക്കുമ്പോഴാണ് രാവണൻ കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ലോകവും നോക്കിയാൽ മനുഷ്യൻ എല്ലാം രാവണന്റെ സ്വഭാവമുള്ളവരാണ്. എപ്പോഴാണോ നാം ഈശ്വരൻ പറഞ്ഞ മര്യാദയാകുന്ന വര കടക്കുന്നത്, മനുഷ്യന്റെ ജീവിതത്തിലും ചില മര്യാദകളുണ്ട്. പഴഞ്ചൊല്ലുണ്ട്, ഒക്കുന്നിടത്തേ ഒപ്പിക്കുള്ളൂ. ആരും വെറുതെ കയറി ആരെയും ഒന്നും ചെയ്യില്ല. എപ്പോഴാണ് ഒരു പ്രത്യേക വ്യക്തി മനുഷ്യ ജീവിതത്തിന്റെ മര്യാദകളെ കടക്കുന്നത്? നമ്മളിന്ന് പത്രത്തിൽ കാണുന്നുണ്ട്, TV-യിൽ കേൾക്കുന്നുണ്ട്. ആരും വെറുതെ ആരും ഒന്നും ചെയ്യാറില്ല. മര്യാദകൾ കടക്കുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ വന്ന് ആക്രമിക്കുന്നത്. ഇവിടെ സംഭവിച്ചതും അതാണ്. അങ്ങനെ നാം ഈശ്വരൻ പറഞ്ഞതിൽ അപ്പുറം കടന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ രാവണനെ പോലെയുള്ള വികാരഭാവം ഉള്ളവർ നമ്മെ തന്റെ വശത്താക്കുന്നു. പിന്നീട് എത്ര തന്നെ ഭഗവാനെ വിളിച്ചിട്ടും എങ്ങനെ ഭഗവാൻ ആ വിളി കേൾക്കും? കാരണം നമ്മുടെ കയ്യിലിരിപ്പാണ് നമ്മളെ അങ്ങനെ കൊണ്ടാക്കിയത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശ്വരനെ വിളിച്ചിട്ടും ഈശ്വരൻ അതിനെ സഹായിക്കാൻ നിസ്സഹായനായിരിക്കുകയാണ് അവിടെ. കാരണം നാം അറിഞ്ഞുകൊണ്ടാണ് ആ വര, ഈശ്വരൻ നമുക്ക് വരച്ച മര്യാദ, മനുഷ്യ ജീവിതത്തിന്റെ ചില നിർദ്ദേശങ്ങളുണ്ട്. നമ്മുടെ ആഹാരം, വ്യവഹാരം, നമ്മുടെ ജീവിത രീതി, ഇതെല്ലാം നമ്മൾ മറികടക്കുക ചെയ്യുന്നത്. എന്നിട്ട് പോയി മായാവലയത്തിൽ കുടുങ്ങാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഭഗവാനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചു തന്നെയാണ് തീർക്കുന്നത്. ഈ കലിയുഗത്തിന്റെ അന്തിമ സമയത്തില് പരമാത്മാവ് രാമൻ നമുക്കിതും പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത പാപകർമ്മങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപകർമ്മങ്ങൾ തീർക്കാനുള്ള ഏക മാർഗമാണ് എന്നെ നിരന്തരം സ്മരിക്കൂ എന്നത്. മായയിൽ പെടുമ്പോഴാണ് നാം രാവണന് വശത്താകുന്നത് എന്നത് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ഠ തിഷ്ഠാഗ്രേ മമ സ്വാമി തൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ യാത്രയും മുടങ്ങി മൽകീർത്തിയുമൊടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രിചാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാനക്ഷമനായിട്ടവൻ. ജടായുവിന്റെ പ്രതീകം മറ്റുള്ളവരുടെ ദുഃഖത്തിന്റെ സമയത്ത്, വേദനയുടെ സമയത്ത് സഹായിക്കുന്നതിന്റെ പ്രതീകമാണ് ജടായു. പക്ഷെ ഇവിടെ രാവണൻ അതിനെയും കൊന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാം, എപ്പോഴാണോ ഒരു വ്യക്തി മായക്കടിമയാകുന്നത് അപ്പോൾ രാവണന്റെ പിടിയിലാകുന്നു.
രാവണന്റെ പിടിയിൽ വരുമ്പോൾ ഘോരമായ കലിയുഗത്തിലേക്കാണ് ആ ആത്മാവിന്റെ യാത്ര. കലിയുഗം എന്ന് വെച്ചാൽ കലഹത്തിന്റെ യുഗമാണ്. കലിയുഗത്തിൽ ബാഹ്യമായ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, ആഡംബരം ഉണ്ട്. ബാഹ്യമായ സ്വർഗം തന്നെയാണ് കലിയുഗം. ചൂടുള്ള സ്ഥലത്ത് നമുക്ക് തണുപ്പാക്കി മാറ്റാം, തണുപ്പുള്ളതിനെ ചൂടാക്കി മാറ്റാം. ഇങ്ങനെ ബാഹ്യമായ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് കലിയുഗത്തില്. പക്ഷേ മനുഷ്യൻ ആന്തരികമായി ദുഃഖത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സീതയെ കൊണ്ടുപോകുന്നു രാവണൻ അശോകവനത്തിൽ. ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായികെന്നു പൃഥ്വിപുത്രിയും വരം പത്രിരാജന്നു നൽകി പൃഥ്വിമണ്ഡലമകന്നാശുമേൽ പോട്ടുപോയാൽ. ജഡായുവിനെ മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ, ആത്മാവാകുന്ന പക്ഷിക്ക് 2 ചിറകുകളുണ്ട്. ജ്ഞാനം, യോഗം. അതായത് ഈശ്വരീയ ജ്ഞാനം, ഈശ്വരീയ സ്മൃതി. എപ്പോഴാണോ മായയ്ക്ക് വശപ്പെടുന്നത് ആത്മാവ്, അപ്പോൾ ഈ 2 ചിറകുകളും ഒടിഞ്ഞു പോകുന്നു. തന്മൂലം ആത്മാവിന്റെ ആയുസ്, ആരോഗ്യം കുറയുന്നു, ഭോഗിയായി തീരുന്നു. ജഡായു അർത്ഥം ജഡയായ ആയുസ്, കുറഞ്ഞ ആയുസ്സുള്ളവര്. യോഗികൾക്ക് ദീർഘായുസ്സുണ്ട്, ആരോഗ്യവും ഉണ്ട്. ഭോഗികൾക്ക് ആയുസ്, ആരോഗ്യം കുറയുന്നു. വക്ഷസി വദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കുമിപ്പോളിവൻ നമ്മയെന്നറിഞ്ഞാലും. പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രചിത്രം. വക്ഷസി വക്രം കാലും തലയുമില്ല താനും. ഇവിടെ കബന്ധനെ ചിത്രീകരിച്ചിരിക്കുന്നത് തലയില്ല, നീളമുള്ള കൈകളാണ്, വയറ്റിലാണ് വായുള്ളത്, കാലുകൾ ചെറുതും. ഇതിന്റെ ആധ്യാത്മിക രഹസ്യം എന്തെന്ന് വെച്ചാൽ, അതായത് ഇന്ന് മനുഷ്യൻ മായയ്ക്കടിമപ്പെടുമ്പോൾ സ്വന്തം ബുദ്ധിയില്ല, അതാണ് തലയില്ല, വിവേകമില്ലാത്തവരായി തീരുന്നു. അടുത്തത് നീളമുള്ള കൈകൾ, എല്ലാം തന്റേതാക്കണം എന്ന ഒരു ഭാവമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വയറ്റിലാണ് വാ കാണിച്ചിരിക്കുന്നത്. അതായത് ഇന്നത്തെ മനുഷ്യര് വയറിനും വായിനും വേണ്ടി മാത്രമാണ്, രുചിക്കും വയറ് നിറയ്ക്കാനും വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് കാലുകൾക്ക് നീളമില്ല, അർത്ഥം ജീവിതത്തിൽ യഥാർത്ഥമായ മുന്നേറ്റം ഇല്ലാത്തത്. ഇവിടെ കബന്ധനെ കൊല്ലുക മാത്രമല്ല ചെയ്തത്, അഗ്നിക്കിരയാക്കുകയുമാണ് ചെയ്തത്, ഭസ്മീകരിക്കുകയും ചെയ്തു. അർത്ഥം എന്താന്ന് വെച്ചാല്, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഉള്ള ചില സാഹചര്യങ്ങൾ വരും. ഇങ്ങനെയുള്ളതും നമ്മൾ നേരിടേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെ, ഇങ്ങനെയുള്ള സംസ്കാരത്തെ നാം കൊന്നാൽ മാത്രം പോരാ, ഭസ്മീകരിക്കുകയും വേണം. അതിന് ആവശ്യമാണ് ലക്ഷ്യം എന്ന ലക്ഷ്മണനും വിവേകം എന്ന രാമനും. വിവേകവും ലക്ഷ്യവും ഉണ്ടെങ്കിൽ മാത്രമേ കബന്ധനെ പോലെയുള്ള അസുരനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അവയെ കൊന്ന് ഭസ്മീകരിച്ച് നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ. ശബരി നീചകുലത്തിലാണെങ്കിലും ശ്രീരാമ ഭക്തയായിരുന്നു. ഭഗവാനോട് യഥാർത്ഥ ഭക്തിയുണ്ടായിരുന്നു. വർഷങ്ങളോളം ഭഗവാന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ശബരി. ശബരിയുടെ മനസ്സ് നിഷ്കളങ്കമായിരുന്നു, ഈശ്വര പ്രീതിയുള്ളവളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശബരി തന്റെ സർവ്വതും ഭഗവാന് സമർപ്പിച്ചത്. ഇവിടെ നമ്മൾ നോക്കുമ്പം ഇന്നത്തെ ലോകത്തും ശബരിയെ പോലെ നിഷ്കളങ്ക മനോഭാവവും യഥാർത്ഥ ഭക്തിയുമുള്ള മനുഷ്യരുണ്ട്. ഭഗവാനെ കാത്തിരിക്കുകയാണ്, തന്റെ സർവ്വതും ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാധാരണക്കാർക്കും പരമാത്മാവാകുന്ന രാമൻ യഥാർത്ഥ ഭക്തിയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഭക്തിയിൽ ഭഗവാനെ പറയുന്നത് ദരിദ്രന്റെ നാഥൻ എന്ന്.
ഇവിടെ നൗധ ഭക്തി എന്താണെന്ന് സാധാരണ ഭക്തയായ നീചകുലത്തിൽ ജനിച്ച ശബരിക്ക് പരമാത്മാവാകുന്ന രാമൻ ഭക്തിയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഭക്തിയെക്കുറിച്ച് കേട്ട ശബരി ശ്രീരാമനാകുന്ന പരമാത്മാവിന് സീതയെ അന്വേഷിക്കാനുള്ള മാർഗവും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നാം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ലോകത്തിലെ സാധാരണക്കാരും നമ്മെ ഭഗവാനിലേക്ക് അടുക്കാനുള്ള മാർഗം കാണിച്ചു തരാൻ നിമിത്തമാകാറുണ്ട്. എന്താണ് ഈ നൗധ ഭക്തി? നമുക്കതിപ്പം കാണാം. നൗധ ഭക്തിയിൽ ആദ്യം പറയുന്നത് സജ്ജന സംഘമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്സംഗമാണ്. സത്യം പറയുന്നവരുടെ കൂടെ കൂടുക, അതായത് ഈശ്വരനുമായിട്ടുള്ള കൂട്ടുകെട്ട്. രണ്ടാമത് എന്റെ കഥ പറയുക, അതായത് ഭഗവാന്റെ കഥ പറയുക എന്നതാണ്. മൂന്നാമത് എന്റെ ഗുണകീർത്തി, ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തി പാടുക. നാലാമത് എന്റെ വാക്കുകളെ വ്യാഖ്യാനിക്കുക, ഭഗവാന്റെ മഹിമകൾ എന്തെല്ലാം ഉണ്ടോ അതിനെ അർത്ഥം പറഞ്ഞു കൊടുക്കുക. അഞ്ചാമത് ആചാര്യന്മാരെ ഉപാസിക്കുക. ആറാമത് പുണ്യശീലം, ഭാരതത്തിൽ ദാനധർമ്മ പുണ്യത്തിന് പ്രാധാന്യമുണ്ട്. ഏഴാമത് വിധി പ്രകാരമുള്ള ആരാധന. എട്ടാമത് എന്റെ മന്ത്രോപാസന. ഒൻപതാമത് ഈശ്വരീയമായ തിരിച്ചറിവും വൈരാഗ്യവും. इति अध्यात्मरामायणे उमामहेश्वरसंवादे आरण्यकाण्डं समाप्तम्. സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞു തുംഗമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ, ആരേ വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന. ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ, അഗ്രജൻ ചൊല്ലായികയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ. വിക്രമമുള്ളവരെത്രയും തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസുതാ ചെന്നു ചോദിച്ചറിയണം. ഹനുമാൻ ആരാണ്? മൻഹനി, അതായത് മനസ്സിനെ ഹനിച്ചവൻ. എങ്ങനെയുള്ള മനസ്സിനെ ഹനിച്ചവനാണ് ഹനുമാൻ? അഭിമാനത്തെ ഹനിച്ചിട്ടുണ്ട് അവിടെ, അഹങ്കാരത്തെ ഹനിച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് ആരാണോ അഭിമാനത്തെയും അനുമാനത്തെയും ഹനിച്ചിരിക്കുന്നത് അവരാണ് ഹനുമാൻ. മാത്രമല്ല ഹനുമാന് സാഹസമുണ്ടായിരുന്നു, സമർപ്പണഭാവം ഉണ്ടായിരുന്നു, സേവയും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ 3 ഭാവം ഹനുമാനിൽ നിറഞ്ഞിരുന്നു. അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്ക തനയനു വിഗ്രഹം. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറഞ്ഞാശു
മാഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാമാറയച്ചരുളേടിനാൻ. ചെന്നതു ബാലിതൻ മാറിൽ തറച്ചളവൊന്നങ്ങലറി വീണിടിനാൻ. ബാലിയും ഭൂമിയുമൊന്നു വിറച്ചി തന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുൾസുതൻ. ഇവിടെ സുഗ്രീവനെ കർമ്മത്തിന്റെ പ്രതീകമായും ബാലിയെ അഹങ്കാരത്തിന്റെയും കാമത്തിന്റെയും പ്രതീകമായി കാണാം. സുഗ്രീവൻ ബാലിയോട് യുദ്ധം ചെയ്ത് തന്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. അതായത് ഏതൊരു ആത്മാവാണോ വികാരങ്ങൾക്ക് വശമാകുന്നത്, അപ്പോൾ അവർ തന്റെ ഇന്ദ്രിയങ്ങളുടെ മേലെയുള്ള അധികാരം നഷ്ടപ്പെടുകയാണ്, നിയന്ത്രണം വിട്ടുപോകുകയാണ്. വികാരങ്ങളോട് നമുക്ക് നേരിട്ട് യുദ്ധം ചെയ്ത് വികാരങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഭാവാർത്ഥം, എപ്പോഴാണോ ശ്രീരാമനാകുന്ന വിവേകം കൂടെയുള്ളത്, അപ്പോൾ നമുക്ക് വികാരങ്ങളാകുന്ന ബാലിയെ കൊല്ലാൻ സാധിക്കുന്നുണ്ട്. ഇതിലൂടെ സ്വരാജ്യം നേടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ സുഗ്രീവൻ രാജാവാകുന്നു. സന്തോഷ പൂർണാശ്രുനേത്രാംബുജത്തോടു അന്തർഗതമരുൾ ചെയ്തിതു സാദരം. മൽക്കാര്യഗൗരവം നിങ്കലും നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വ നീ. ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക നീ. വാനരവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിതു 4 ദിക്കിങ്കലും. 100,000 കപിവീരന്മാർ പോകണമോരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം. അംഗദൻ, ജാംബവാൻ, മൈന്ദൻ, വിവിധനും, തുംഗൻ, നളനും, ശരഭൻ, സുഷേണനും, വാതാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അദ്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ. പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണമേണാംഗശേഖരൻ തന്നാണിൻ നിർണയം. 4 കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചിടിനാൻ. പരമാത്മാവ് സൃഷ്ടിയിൽ അവതരിക്കുന്നത് കൽപ്പാന്തര സമയത്താണ്. ഇവിടെ എത്തിയപ്പോഴേക്കും മനുഷ്യന്റെ സ്വഭാവം വാനരന് സമാനമായിരിക്കുന്നു. മനുഷ്യന്റെ മനസ്സ് വാനരന് തുല്യം ചഞ്ചലമായി കഴിഞ്ഞു. ഇങ്ങനെയുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് പരമാത്മാവ് ഈ സൃഷ്ടിയെ, കൽപ്പത്തിന്റെ അവസാനത്ത് ഈ സൃഷ്ടിയെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നത്. ഇവിടെ ലങ്ക എന്നുദ്ദേശിക്കുന്നത് കലിയുഗത്തിനെയാണ്. കാലം തിരിയുകയാണ്. ലങ്കയെ തിരിച്ചിടുമ്പോൾ അതായത് കാലം എന്നാണ് വരുന്നത്. ഇവിടെ നമുക്കിപ്പം ഈ സൃഷ്ടിയാകുന്ന കാലത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കാം. ഈ സൃഷ്ടിചക്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ 4 യുഗങ്ങളാണുള്ളത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. സത്യത്രേതായുഗം എന്നത് രാമരാജ്യമാണ്. ദ്വാ എന്ന് വെച്ചാൽ സൃഷ്ടി നേരെ പകുതിയാകുകയാണ്. ദ്വാപരയുഗത്തിൽ അനേക ധർമ്മങ്ങൾ തുടങ്ങുന്നു. അവിടെ അനേക ധർമ്മങ്ങളുടെ ആരംഭമാണ് അവിടെ. കലിയുഗം വരുമ്പോൾ ഓരോ മതത്തിലും അനേകം വിഭാഗങ്ങളായി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കലിയുഗത്തിന്റെ അന്തിമ സമയമാണ്. ഇവിടെ നമുക്ക് ഇടയ്ക്കൊരു വെളുത്ത കളർ കാണുന്നുണ്ട്. അതായത് ഇത് കൽപ്പാന്തര സമയമാണ്. കലിയുഗത്തിന്റെയും സത്യുഗത്തിന്റെയും ഇടയ്ക്കുള്ള ഈ സംഗമ യുഗമാണ്
പരമാത്മാവ് അവതരിക്കുന്ന യുഗം. ഇവിടെയാണ് ഓരോ മനുഷ്യനെയും ദേവന് തുല്യം, നരനെ നാരായണന് തുല്യവും നാരിയെ ലക്ഷ്മിക്കു തുല്യവും സർവഗുണസമ്പന്നരാക്കുന്നത്. അതുതന്നെയാണ് രാമരാജ്യം എന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സൃഷ്ടിചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കൽപ്പത്തിന്റെ അന്തിമ സമയത്താണ് ഭഗവാൻ വാനരന് തുല്യം മനസ്സുള്ള മനുഷ്യരുടെ സഹായത്തോടുകൂടി ഈ സൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തുകയാണ്. ആത്മാക്കളാകുന്ന സീതകളെ രാവണനാകുന്ന വികാരങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന കർത്തവ്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. താരേയനേവം പറഞ്ഞോരനന്തരം സാരസസംഭവനന്ദനൻ ചൊല്ലിനാൻ. എന്തു ജഗൽ പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയും ഉണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായഞ്ജന പെറ്റുളവായൊരു സത്വരഗുണപ്രധാനൻ ഭവാൻ. കേവലം അഞ്ജനാ ഗർഭച്യുതനായവനിയിലഞ്ജസാ ജാതനായി വീണനേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നിതു മാനസേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ. പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ. ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ. നാംനാ ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറികയാല ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവനങ്കുലീയമതുമെന്തിനെന്നോർക്കനേ. ത്വൽ ബലവീര്യ വേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ. യുദ്ധം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുത്ഥായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടു പോരുവനിപ്പോഴേ.